Hi cadets and welcome back to my channel. Cadets finally Indian Armyയുടെ ഗ്രൂപ്പ് സി നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നിങ്ങളും 10ാം ക്ലാസ് പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കാര്യം ഞാൻ പറയാം, കുട്ടികളെ ഇത് അഗ്നിവീർ അല്ല, ഇത് പെർമനൻറ്റ് ജോബാണ്. നിങ്ങളും ഇന്ത്യൻ ആർമിയിൽ ഗ്രൂപ്പ് സി എന്നൊരു പോസ്റ്റിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ കാണുക. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സെലക്ഷൻ പ്രോസസ്സ് എന്താണ്, ഏജ് ലിമിറ്റ്, ഹൈറ്റ് എത്ര വേണം, ഏതൊക്കെ ട്രേഡിനാണ് PST വരുന്നത്, ഏതൊക്കെ ട്രേഡിനാണ് PET വരുന്നത് എന്നീ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഫുൾ കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആർമി ഗ്രൂപ്പ് സി നോട്ടിഫിക്കേഷൻ്റെ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നവരെ തീർച്ചയായും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുട്ടികളെ, ഈ ഒരു ജോലിയിൽ നിങ്ങൾക്ക് ആർമിയുടെ എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുന്നതായിരിക്കും. ഇത് അഗ്നിവീർ അല്ല, പെർമനൻറ്റ് ജോബാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഒരു ജോബ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. നോക്കൂ കുട്ടികളെ, എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അപ്ഡേറ്റ്, സിലബസ്, ഏജ് ക്രൈറ്റീരിയ, എല്ലാ കാര്യങ്ങളും അറിയാൻ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൾ ഇന്ത്യ ലെവലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. നോക്കൂ കുട്ടികളെ, നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് AC സെൻറ്റർ ബാംഗ്ലൂരിൽ നിന്നാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇത് പോസ്റ്റ് നെയിം വേരിയസ് പോസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് പലതരത്തിലുള്ള പോസ്റ്റിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസി എത്രയാണ്? 62 വേക്കൻസിയാണ് ടോട്ടൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഫോമോ ഓഫ്ലൈൻ ത്രൂ ആണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്, ഓൺലൈൻ ത്രൂ അല്ല. ഇനി അറിയേണ്ടതാണ്, ഫോം ഫില്ലിംഗ് ഡേറ്റ് ആൾറെഡി സ്റ്റാർട്ട് ആയതുകൊണ്ട് കുട്ടികളെ ആഗസ്റ്റ് 15 മുതൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 4 ഈ ഒരു ഡേറ്റ് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഫോം ഓഫ്ലൈൻ ത്രൂ ആണ് നിങ്ങൾ ഫില്ല് ചെയ്ത് അയക്കേണ്ടത്. അതിൻ്റെ PDF നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളും ഈ ഒരു പോസ്റ്റിലേക്ക് ഫോം ഫില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് PDF ലഭിക്കുന്നതായിരിക്കും. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അഡ്രസ്സിൽ നിങ്ങൾ സെൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അഡ്മിറ്റ് കാർഡും ബാക്കി പ്രോസസ്സും ഈ ഒരു വീഡിയോയിൽ കൂടി എല്ലാ പ്രോസസ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ അറിയേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫീസ് എത്രയാവും. കുട്ടികളെ, ഇവിടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപയും ആപ്ലിക്കേഷൻ ഫീസ് ആകത്തില്ല. ആർക്കും ആപ്ലിക്കേഷൻ ഫീസ് അയക്കേണ്ട ആവശ്യമില്ല. പേയ്മെൻറ്റ് മോഡ് എന്താണ്? നോട്ട് ആപ്ലിക്കബിൾ. കാരണം എന്താണ്? ഓഫ്ലൈൻ ത്രൂ ആണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്, ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നോക്കൂ കുട്ടികളെ, സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ 3, കുക്ക്, MTS, സിവിൽ മോട്ടോർ ഡ്രൈവർ, ക്ലീനർ, ട്രേഡ്സ്മാൻ മേറ്റ്, ഫയർ എഞ്ചിൻ ഡ്രൈവർ, ഫയർമാൻ, ലീഡിംഗ് ഫയർമാൻ എന്നീ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഈ ട്രേഡിൻ്റെ എല്ലാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രേഡിനായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th പാസ് പ്ലസ് കാറ്ററിംഗ് ഡിപ്ലോമ. കുക്ക് എന്നൊരു ട്രേഡിന് വേണ്ടിയിട്ട് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതേപോലെ കുക്കിങ്ങിൻ്റെ ബേസിക് നോളജും ഉണ്ടായിരിക്കണം. പിന്നെ MTS എന്നൊരു പോസ്റ്റിലേക്ക് 10th പാസ്, സിവിൽ മോട്ടോർ ഡ്രൈവർ 10th പാസ്സായിരിക്കണം. പിന്നെ HMV LMV ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ക്ലീനർ 10th പാസ്, ട്രേഡ്സ്മാൻ മേറ്റ് 10th പാസ്, ഫയർ എഞ്ചിൻ ഡ്രൈവർ 10th പാസ്, പിന്നെ 3 years HMV ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഫയർമാൻ 10th പാസ്, ലീഡിംഗ് ഫയർമാൻ 10th പാസ്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. എല്ലാ പോസ്റ്റിലേക്കും ആവശ്യമായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th പാസ്സാണ്. എന്നാൽ അതിനനുസരിച്ച് നിങ്ങൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ബേസിക് നോളജും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും, ഡ്രൈവറിനാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും തീർച്ചയായിട്ടും വേണം. മിക്ക കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. എന്നാൽ ചില ട്രേഡിലേക്കാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വേണ്ട, ഡ്രൈവിംഗ് ലൈസൻസും വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി. അതും ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ആ ട്രേഡിൻ്റെ എല്ലാം അപ്ഡേറ്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇത് ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് സ്ലൈഡിൽ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓരോ ട്രേഡിൻ്റെയും ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ് നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നോക്കൂ കുട്ടികളെ, ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചില ട്രേഡിന് 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചില ട്രേഡിനാണെന്നുണ്ടെങ്കിൽ 18 മുതൽ 27 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഏത് ട്രേഡാണ്? സിവിൽ മോട്ടോർ ഡ്രൈവർ പോസ്റ്റിലേക്ക് 18 മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 4th സെപ്റ്റംബർ 2026 മുതലാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. നിങ്ങളുടെ കാസ്റ്റ് OBC ആണെങ്കിൽ 3 വർഷം, SC/ST ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും ഗവൺമെൻറ് റൂൾ അനുസരിച്ച്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ്. ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്താണ് നമുക്ക് നോക്കാം. സ്കിൽ ടെസ്റ്റ്, PET, PST ആണ്. റിട്ടേൺ എക്സാമിനേഷൻ, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. സ്കിൽ ടെസ്റ്റ് എല്ലാ ട്രേഡിനും ഇല്ല.
PST എല്ലാ ട്രേഡിനും വേണ്ട, PT എല്ലാ ട്രേഡിനും വേണ്ട. അതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് പോലും ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റഡ് ലഭിക്കാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. നോക്കൂ കുട്ടികളെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓരോ അപ്ഡേറ്റും നോക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഏതൊക്കെ ട്രേഡിനാണ് PST വേണ്ടത്, ഏതൊക്കെ ട്രേഡിനാണ് PT വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, ഫിസിക്കൽ മെഷർമെൻറ്റ് അതായത് PST അപ്ഡേറ്റ് ഏതൊക്കെ ട്രേഡിനാണ് വേണ്ടത് നമുക്ക് നോക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ട്രേഡ് ഫയർമാൻ, അതേപോലെ ഫയർ എഞ്ചിൻ ഡ്രൈവർ, ലീഡിംഗ് ഫയർമാൻ എന്നീ ട്രേഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PST തീർച്ചയായിട്ടും വേണം. ബാക്കി ട്രേഡിനൊന്നും PST വേണ്ട. അതായത് ബാക്കി ട്രേഡിനൊക്കെ ഹൈറ്റും വെയ്റ്റും ഒന്നും അവിടെ ചെക്ക് ചെയ്തില്ല. ഈ ട്രേഡിന് മാത്രമാണ് PST ചെക്ക് ചെയ്യുന്നത്. PST അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ഹൈറ്റ് വേണ്ടത് 165 സെൻറ്റിമീറ്റർ, ഹൈറ്റ് റിലാക്സേഷൻ ഫോർ STക്ക് 2.5 സെൻറ്റിമീറ്റർ ഉണ്ട്. ചെസ്റ്റ് അൺഎക്സ്പാൻഡഡ് അതായത് എക്സ്പാൻഷൻ ചെയ്യാതെ നിങ്ങൾക്ക് 81.5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. എക്സ്പാൻഡ് ചെയ്ത് 85 സെൻറ്റിമീറ്റർ, മിനിമം വെയ്റ്റ് 50 kg ഉണ്ടായിരിക്കണം. ഇതാണ് ഈ 3 ട്രേഡിൻ്റെ PST എന്ന് പറയുന്നത്. ഇത്രയും ട്രേഡിന് മാത്രം PST ടെസ്റ്റ് ഉള്ളൂ. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം PET, അതായത് ഏതൊക്കെ ട്രേഡിനാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാ ട്രേഡിനും വേണ്ട. ട്രേഡ്സ്മാൻ മേറ്റ് എന്നൊരു ട്രേഡിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഫയർമാൻ, ഫയർ എഞ്ചിൻ ഡ്രൈവർ, ലീഡിംഗ് ഫയർമാൻ എന്നീ ട്രേഡിനും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ട്രേഡ്സ്മാൻ മേറ്റ് എന്നൊരു ട്രേഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1.5 കിലോമീറ്റർ റണ്ണിങ് വരും, 6 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇവർക്ക് വരുന്ന നെക്സ്റ്റ് ഫിസിക്കൽ ഇവൻ്റാണ് 50 കിലോ വെയിറ്റും എടുത്തുകൊണ്ട് 200 മീറ്റർ 100 സെക്കൻഡിനുള്ളിൽ ഇവർ കംപ്ലീറ്റ് ചെയ്യണം. ഈ 2 ഫിസിക്കൽ ഇവൻ്റാണ് ട്രേഡ്സ്മാൻ മേറ്റിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഫയർമാൻ, ഫയർ എഞ്ചിൻ ഡ്രൈവർ, ലീഡിംഗ് ഫയർമാൻ എന്നീ ട്രേഡിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ ഫിസിക്കൽ ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, ഇവർക്ക് വരുന്ന ഫിസിക്കൽ ടെസ്റ്റാണ് ഫയർമാൻ ലിഫ്റ്റ്. അതായത് 65.5 kg വെയിറ്റുള്ള ഒരു ഡമ്മി എടുത്തുകൊണ്ട് ഇവർ 183 മീറ്റർ റൺ അല്ലെങ്കിൽ വാക്ക് ചെയ്യണം 96 സെക്കൻഡിനുള്ളിൽ. സെക്കൻഡാണ് ഡിച്ച് ജമ്പ്, അതായത് 2.7 മീറ്റർ വിഡ്ത്തുള്ള ഒരു ഡിച്ചിൽ കൂടി ഇവർ ജമ്പ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ആണ് റോപ്പ് ക്ലൈമ്പിംഗ്, 3 മീറ്റർ വെർട്ടിക്കൽ റോപ്പ് ക്ലൈമ്പിംഗ് ചെയ്യണം കൈകളുടെയും കാലുകളുടെയും ഹെൽപ്പോടെ. ഇതാണ് പ്രോപ്പർ ഫിസിക്കൽ ഈവൻ്റ് എന്ന് പറയുന്നത്. ആരുടേത്? ഫയർമാൻ, ഫയർ എഞ്ചിൻ ഡ്രൈവർ, ലീഡിംഗ് ഫയർമാൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും PST ടെസ്റ്റ് ഇല്ല, എല്ലാവർക്കും PET ടെസ്റ്റ് ഇല്ല. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും PST ആൻഡ് PETയുടെ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് എക്സാം പാറ്റേൺ. നോക്കൂ കുട്ടികളെ, പാർട്ട് 1 ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ഇവിടെ നിന്ന് 25 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ടോട്ടൽ മാർക്സ് 25 ആണ്. ജനറൽ അവയർനെസ്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, 50 മാർക്സ്. ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 50 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, 50 മാർക്സ്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, 25 മാർക്സ്. ടോട്ടൽ എക്സാം ടൈം 2 hour ആണ്. 150 ക്വസ്റ്റ്യൻ വരും, ടോട്ടൽ മാർക്സ് 150 ആണ്. ക്ലിയർ? ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾ അറിയേണ്ടതാണ് ഫോം ഫില്ലിങ്ങിൻ്റെ. നോക്കൂ കുട്ടികളെ, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇതേ കണക്കായിരിക്കും നിങ്ങളുടെ ഫോമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ PDF ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫില്ല് ചെയ്യണം, മിസ്റ്റേക്ക് ഒന്നും വരരുത്. നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ബാക്കി അപ്ഡേറ്റ്സ് ആണ്. ഇതെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ നിങ്ങൾ സെൻഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഏതിനാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് സെലക്ഷൻ പ്രോസസ്സ്. ക്ലിയർ? PST ഉള്ള ട്രേഡുണ്ട്, PET ഉള്ള ട്രേഡുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എക്സാമാണ് വരുന്നത്. എക്സാമിൻ്റെയും പാറ്റേൺ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എക്സാം പാസ്സാൽ പിന്നെ നിങ്ങൾ വരുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. അതിനുശേഷം പിന്നെ മെഡിക്കലാണ്, പിന്നെ ഫൈനൽ ജോയിനിങ് ആണ്. ഇതാണ് പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം. മിക്ക കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഫോഴ്സിലേക്ക്. പിന്നെ 2026 എയർഫോഴ്സിൻ്റെയും SSGയുടെയും ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡിഫൻസിലായിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മുടെ അക്കാഡമിയിൽ എല്ലാത്തിൻ്റെയും ഫിസിക്കൽ ട്രെയിനിങ്ങും ഇന്ത്യൻ ആർമി GD ട്രേഡ്സ്മാൻ എന്നതിൻ്റെ ക്ലാസ്സുകളും അതേപോലെ തന്നെ SSGയുടെ ക്ലാസ്സുകൾ, എയർഫോഴ്സിൻ്റെ ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫോം ഫില്ല് ചെയ്യാനുള്ള PDF ആവശ്യമായിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ബാക്കി അപ്ഡേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി കാണുക. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.